ഈ കോൺഗ്രസിൻ്റെ എം എൽ എ ആയതുകൊണ്ട് ഒളിച്ചോടി നിന്നേ. ഞാൻ വിചാരിക്കുന്നില്ല CPM-ൻ്റെ BJP ഒരു എം എൽ എ ഉണ്ടെങ്കിൽ അതുപോലും ഒളിച്ചോടി ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, അത്രയധികം ആർജവത്തോടുകൂടി കേരളത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഒരു കേസ് വന്നപ്പോൾ ഒളിച്ചോടുന്ന ആരെയും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒളിച്ചോടി. അതാണ് അയാളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തെ വിൽ പവർ എന്ന് പറയുന്നത്. എടോ പിണറായി വിജയ എന്നൊക്കെ പറഞ്ഞ് വിൽ പവർ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താ അറിയോ, ഈ 2024 ഡിസംബറിന് ശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിൽ മോശമായ സംസാരങ്ങളും പെരുമാറ്റങ്ങളും തുടങ്ങി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്, ഞാൻ 2024 മുൻപ് എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി വരുന്ന സമയത്ത് വ്യാജ ID കാർഡ് കേസുകളും മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ ജനങ്ങളെയും രാഷ്ട്രീയക്കാരെയും പേടിയുണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്, 2024 ഡിസംബറിന് ശേഷം ഈ പറയുന്ന അദ്ദേഹത്തെ പാലക്കാട് ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞു, ഞാനെന്തോ വലിയ ആളാണ്, കേരളത്തിലെ വ്യാജ ID കാർഡൊന്നുമല്ല, നിങ്ങൾ ഈ പറയുന്ന എല്ലാം നുണകളാണ്, ഈ കേരളം ആരും ഒന്നും വിശ്വസിക്കുന്നില്ല എന്നൊരു ഭയങ്കര തലക്കനം കയറിയിട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നത് ഞാനത് ശ്രദ്ധിക്കുക. 2024 ഡിസംബർ 11 DYFIയുടെ പൊതിച്ചോറ് വിതരണത്തിൽ മറവിൽ നടക്കുന്ന അനാശാസ്യം തുടങ്ങി അവിടെ. അടുത്ത ഡിസംബർ 39 വേറെ വല്ല പണിക്ക് പോവാ വിജയ. 24 ജനുവരി ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്ന അറിയോ, ജനുവരി 9 പിണറായി വിജയൻ അയാൾക്ക് വിജയൻ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ. മാർച്ച് ആയപ്പോൾ എന്തൊക്കെയാണ്, പൊളിറ്റിക്കൽ തന്തയ്ക്ക് പുറക്കാത്ത മകളാണ് പത്മജ വേണുഗോപാൽ. ഞാൻ പറയുന്നത് അദ്ദേഹം അയാൾ അതിനുശേഷം നോക്കി 2000 ഓഗസ്റ്റ് ആയപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ മരുമകനാണ് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സമാന്തര രാജ്യം ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട. മെയ് ആയപ്പോൾ ഏത് വാഴയാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷം 2023 ഡിസംബറിന് ശേഷം ഉണ്ടല്ലോ, ജനുവരി ശേഷം ഉണ്ടല്ലോ, ഇയാൾ ചെയ്യുന്നത് മുഴുവൻ പ്രവർത്തിക്കുന്നത് തലക്കനം കൂടി. എന്തുകൊണ്ടായി തലക്കനം വന്നതെന്ന് പറയുമോ, എല്ലാ അറ്റാക്കുകളെയും സംരക്ഷിക്കാൻ കോൺഗ്രസിൻ്റെ കുറച്ച് ആൾക്കാരുണ്ടെന്നാണ്. പണ്ട് റീൽ സംഘം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, റീൽ സംഘം എന്ന് പറഞ്ഞ ആൾക്കാർ കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ തണ്ടേരത്തിൻ്റെ പുറത്താണ്.